ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. വീട് ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ മൂന്നാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കിച്ചൺ കൗണ്ടർ ടോപ്പാണ് ഒതുക്കാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും കിച്ചൺ കൗണ്ടർ ടോപ്പ് പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും. പഴയ മോഡൽ കിച്ചൺ ഉണ്ട്, പുതിയ മോഡൽ കിച്ചൺ ഉണ്ട്, അല്ല നിങ്ങളുടെ ഷെൽഫുകൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ കിച്ചൺ ഉപയോഗിക്കുന്നവരുടെയും ഇഷ്ടങ്ങളനുസരിച്ചാണ് നമ്മൾ കിച്ചൺ ഒതുക്കേണ്ടത്. അല്ലാതെ ഇപ്പോൾ എൻ്റെ കിച്ചണിൽ ഇപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കണ്ടാൽ അത് മുഴുവൻ നമുക്ക് നമ്മുടെ കിച്ചണിൽ ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് തരുന്നതെന്ന് മാത്രം ഓർഗനൈസ് ചെയ്യാൻ നിങ്ങളുടേതായ സ്റ്റൈലിൽ നിങ്ങളുടെ പ്രിഫറൻസിനാണ് അടുക്കള ഒതുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ ഈ കാണുന്ന രീതിയിലാണ് കൗണ്ടർ ടോപ്പിൽ ഓർഗനൈസിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കും അമ്മച്ചിക്കും ഒരുപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ഒതുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റംസൊക്കെ അമ്മച്ചിക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഷെൽഫുകളായാലും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ ഇഷ്ടമുള്ള കാരണം അങ്ങനെയും കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ ഒതുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ എടുക്കാനായിട്ട് ഈസിയാണ്, വെക്കാൻ ഈസിയാണ്. അപ്പോൾ ചിലവർക്ക് ഇങ്ങനെ ബോട്ടിൽസൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഷെൽഫിൽ സ്പേസ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന രീതിയിലാണ്. ഞാൻ ഇതുപോലെയുള്ളൊരു റാക്ക് ഉപയോഗിച്ചിട്ടാണ് ആദ്യമെയാണ് ബോട്ടിൽസ്, ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വാഷ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ വേറെയും ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിലാണ് ബാക്കിയുള്ള ബോട്ടിൽസൊക്കെ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വാഷ് ചെയ്ത് അവിടെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരിക്കുന്ന ബോട്ടിൽസും ഇതെല്ലാം തന്നെ എടുത്ത് അതെല്ലാം തന്നെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ വൈപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചൂടുവെള്ളമാണ് യൂസ് ചെയ്യാറ്. സ്റ്റൗവിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്, നേരിയ ചൂടുവെള്ളം കേട്ടോ. ആ നേരിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ അടുക്കളയിൽ ഏത് സെക്ഷൻസ് തുടയ്ക്കാറുള്ളത്. കാരണം ഓയിലിൻ്റെ അംശങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അപ്പം ഞാൻ അടുക്കളയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളും കുക്കറുമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികൾ കഴിയും. അതോടൊപ്പം തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പോലെ വേറെ കോട്ടിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കേട് വരില്ല, ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളും കുക്കറുകളുമാണ്. ഈ ബ്രാൻഡിൻ്റെ തന്നെ ഇരുമ്പിൻ്റെ പാത്രങ്ങളും വരുന്നുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ പാത്രത്തിലും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നല്ല കട്ടിയുള്ള പാത്രങ്ങളാണ്, നമുക്ക് ഫാസ്റ്റായിട്ട് ഭക്ഷണം വെക്കാം. പിന്നെ ഇതിൻ്റെ ക്ലീനിങ് ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈസിയാണ് ക്ലീൻ ചെയ്യാനായിട്ട്. നമ്മൾ ഇതിലെന്തെങ്കിലുമൊക്കെ അടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, പിടിക്കാറില്ല സാധാരണ, പിടിച്ചാൽ തന്നെ നമ്മൾ വെള്ളം ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. നേരിയ ചൂടോടുകൂടി സോപ്പിട്ടിട്ട് നമ്മൾ ഈ പാത്രം കഴുകിയ പഴയ പോലെ തന്നെ നല്ല തിളക്കത്തോടു കൂടി തന്നെ ഇരിക്കും. കുക്കറായാലും ഒക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ പാത്രങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഡിസ്കൗണ്ട് കോഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡിസ്കൗണ്ട് കിട്ടുകയും ചെയ്യും. അഫോർഡബിൾ റേറ്റുകളാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത്തിരി പൈസ കൊടുത്താലും ഇത് നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പാത്രങ്ങളാണ് കേട്ടോ. നല്ല പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം വയ്ക്കാനായാലും നല്ലൊരു സന്തോഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഓർഗനൈസിങ്ങിലോട്ട് തിരിച്ചു വരാം. കൗണ്ടർ ടോപ്പിൻ്റെ അവിടെ നമുക്ക് ഷെൽഫുകളില്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു വൈറ്റ് കളർ ഷെൽഫ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൈഡിൽ കാണാം, 4 തട്ടുള്ള ഒരു ഷെൽഫാണത്. അതിലാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മസാലപ്പൊടികളും ഐറ്റംസും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടു. അതിനുശേഷം നമ്മുടെ ബോട്ടിൽസ് എല്ലാം തന്നെ പുറത്തോട്ട് എടുത്തിട്ട് ഈ നേരിയ ചൂടുവെള്ളത്തിൽ ഫുള്ളായിട്ടും പുറം ഭാഗം മാത്രം വൈപ്പ് ചെയ്യാണ്. അകത്ത് നമ്മൾ സാധാരണ അതിൻ്റെ ഉള്ളിലെ ഐറ്റംസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് അപ്പോൾ വെക്കും. അങ്ങനെ ചെയ്യാറില്ല, അതായത് ഇതെല്ലാം കൂടി എടുത്ത് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മസാല ബോട്ടിൽസും ഗ്ലാസിൻ്റെയാണ് വരണത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ബോട്ടിൽസ് ആണ്. ഇത് അധികം വിലയും വരുന്നില്ല, 6 എണ്ണത്തിൻ്റെ പാക്ക് 12 എണ്ണത്തിൻ്റെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. 4 സൈസിലുള്ള ബോട്ടിൽസാണ് വെച്ചിട്ടുള്ളത്. തീരെ ചെറുത് മുതൽ വലിയത് വരെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആകെ ഒരു ഫോൾട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ജാറുകളുടെ ലിഡിന് കംപ്ലൈൻറ്റ് വരുന്നുണ്ടായിരുന്നു. ഫസ്റ്റിൽ മേടിച്ച ലിഡിന് ഗോൾഡൻ കളർ ലിഡായിരുന്നു ഈ ബോട്ടിൽസിന് ആദ്യം വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൈമ നനവ് ഉണ്ടാകുമ്പോൾ അതുമ്പോൾ തുരുമ്പ് വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിന് ശേഷം ഇതിൽ ആമസോണിൽ തന്നെ നോക്കിയപ്പോൾ കോട്ടിംഗ് ഉള്ള മോഡൽ ലിഡ് വരുന്നുണ്ട്. അത് വാങ്ങിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നാൾ ഈ ലിഡുകൾ ലാസ്റ്റ് ചെയ്യും. ഇതിനെ മൂടുക, അതിലാകെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ജാറുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ നോക്കുക. ലിഡിൻ്റെ മെഷർമെൻറ്റും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ലിഡ് വാങ്ങിയാൽ അത് പാകാവണമെന്നില്ല. അതിൻ്റെ പല കളറിൽ കിട്ടുന്നുണ്ട്, ഗ്രീനും ബ്ലൂവും അങ്ങനെ റെഡൊക്കെ. ഇത് ഞാൻ ഉപയോഗിക്കുന്ന സ്നാക്സ് ഒക്കെ നമ്മൾ പാക്കറ്റുകൾ വരുന്ന ഐറ്റംസൊക്കെ ക്ലിപ്പ് ചെയ്ത് വയ്ക്കണം. ക്ലിപ്പുകളാണ്, അത് ആ കോർണറിൽ വെച്ചിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ അപ്പോൾ നമ്മൾ മസാലകളെല്ലാം തന്നെ ആ സൈഡിൽ ഫുള്ളായിട്ട് ഒതുക്കി കഴിഞ്ഞു, ഡെയിലി യൂസ് ചെയ്യണത്. പിന്നെ ബാക്കിയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു മസാലകൾ, ഗരം മസാലയുടെ ഐറ്റംസൊക്കെ ഞാൻ ഈ കുഞ്ഞു ബോട്ടിൽസിലാക്കിയിട്ട് ഈ കാണുന്ന സ്റ്റാൻഡും അതോടൊപ്പം തന്നെ ചുമരുമ്മയുള്ള ആ ഒരു സ്റ്റാൻഡുമ്മയാണ് വെക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് സ്റ്റാൻഡ് ഞാൻ കുറേ നാളായി യൂസ് ചെയ്യുന്നു, ഒരു കേടുമില്ല. ഇതിൻ്റെ നനവ് വരാത്തൊരു സ്ഥലത്ത് വെച്ചാൽ മതി, നീക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നനവ് അവിടെ വരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ അത് തുരുമ്പ് പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് അത്യാവശ്യം വേണ്ട എല്ലാ മസാലകളും ആ ഒരു സ്റ്റാൻഡുമ്പോൾ തന്നെ വെക്കാം. പിന്നെ ബാക്കി ഓയിലിൻ്റെ ബോട്ടിൽ, നെയ്യിൻ്റെ ബോട്ടിൽ ഇതെല്ലാം തന്നെ ഈ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. കിച്ചൺ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതുപോലെയുള്ള സ്റ്റാൻഡുകൾ പിടിപ്പിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ സ്റ്റാൻഡൊക്കെ നമുക്ക് ഓൺലൈനിൽ ഈസി ആയിട്ട് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ഒരു കോർണറിലായിട്ട്, ആ മസാല വെക്കുന്ന സ്റ്റാൻഡിൻ്റെ കോർണറിലായിട്ട് ഞാൻ 2 ഭരണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കിച്ചണിൽ ഉപയോഗിക്കുന്ന ടൂൾസ്, വുഡൻ സ്പൂണുകൾ ഇതെല്ലാം മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കത്തികളൊക്കെ വെക്കുന്നത് ഈ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു ഹോൾഡറിന്മേയാണ് കത്തികളൊക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതുപോലെയുള്ള ഒരു ഹുക്ക് പോലത്തെ ഓർഗനൈസർ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടിക്കുന്ന മോഡൽ ഹുക്ക് ഓർഗനൈസർ ആണ്, പക്ഷെ നമ്മളത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. കാരണം വെയിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ ഈ ഒട്ടിക്കുന്ന മോഡലൊക്കെ താഴെ വീണ് അത് പിന്നെ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വൈപ്പ് ചെയ്ത് ഞാനതിൽ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഡെയിലി നമ്മൾ എടുക്കുന്ന ഐറ്റംസ് ആണ് അതുമ്പോൾ ഹാങ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് സോഡയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഞാൻ ഡബ്ബയിലാക്കി അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ തന്നെയാണ് ഒതുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടും ഷെൽഫുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ എടുക്കാൻ കിട്ടണം. അപ്പോൾ അലമാരയുടെ ഉള്ളിൽ കൊണ്ട് നീക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നൊന്നും എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ എല്ലാം ഒതുക്കിയിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും നമ്മൾ ഒരു ഷെൽഫ് ഇതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിന് മുകളിലിരിക്കുന്ന അതേ വൈറ്റ് ഷെൽഫ് തന്നെ 3 സ്റ്റെപ്പ് ഉള്ളത് നമ്മൾ അവിടെ താഴ്ത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വേറെ കുറച്ച് ഐറ്റംസ്, സ്പൂണുകൾ, അതുപോലെ തന്നെ കയ്യിലുകൾ, ഉപ്പ് ഇതെല്ലാം തന്നെ ഞാൻ ആ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വെച്ചിരിക്കുന്ന ആ ഒരു പാത്രങ്ങളെല്ലാം തന്നെ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. കാരണം അത് നമ്മൾ സ്പൂണൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൽ വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ അതിൽ അഴുക്ക് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ വാഷ് ചെയ്ത് തിരിച്ച് വെക്കണം. നമ്മൾ ഏത് ഐറ്റംസ് ഓർഗനൈസ് ചെയ്ത് വെക്കും, പ്രത്യേകിച്ച് കിച്ചണിലുള്ളത് പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കുക്ക് ചെയ്യുമ്പോൾ ഓയിലും പൊടിയും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും എടുത്തതെല്ലാം തന്നെ വാഷ് ചെയ്തിട്ട് ഇതിൽ കയ്യിലുകളായാലും സ്പൂണായാലും എന്ത് സാധനങ്ങൾ വെക്കായാലും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി സ്റ്റാൻഡിലേക്ക് തിരിച്ച് ഈ ഐറ്റംസ് എല്ലാം തന്നെ വെക്കുകയാണ്. നേരത്തെ കാണിച്ച അതേ വൈറ്റ് ഓർഗനൈസർ തന്നെയാണ്. അത് 3 തട്ടുള്ളൂ. അതിലാകെ 2 തട്ടിലെ സാധനങ്ങൾ അധികമുള്ളൂ. ബാക്കി 2 തട്ടുകളിൽ വെറുതെ ഞാൻ കാലി ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു സ്പൂണൊക്കെ വെക്കുന്ന ഓർഗനൈസറിൽ ഞാൻ എല്ലാ സ്പൂണും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിലുകളെല്ലാം തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പിൻ്റെ ഭരണി അതിൻ്റെ തൊട്ടപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. നമുക്ക് എടുക്കാൻ ഈസി അവിടെ വെക്കുമ്പോഴാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഞാൻ നേരത്തെ പറഞ്ഞില്ല എക്സ്ട്രാ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ളൂ. മുകളിലായിട്ട് 2 ബോക്സ് ഇതുപോലെ വെച്ചിട്ട് അതിലാണ് ഞാൻ കിച്ചൺ ടവലുകൾ, പിന്നെ തുടയ്ക്കുന്ന തുണികൾ, കൗണ്ടർ ടോപ്പ് തുടയ്ക്കുന്ന തുണിയും പിന്നെ കിച്ചൺ ടവൽ വേറെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ നമ്മൾ പലതരത്തിലുള്ള ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ ബോക്സുകളൊക്കെ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം, നമുക്ക് പെട്ടെന്ന് ഐറ്റംസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്കത് ഉപയോഗിക്കുന്ന സമയത്ത് ഫാസ്റ്റായിട്ട് ജോലികൾ ചെയ്യാൻ പറ്റും. സമയവും അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഈ ഐറ്റംസൊക്കെ ഒതുക്കി വെക്കുമ്പോൾ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് പാത്രം കഴുകുന്ന സിങ്കിൻ്റെ സെക്ഷൻ എങ്ങനെ ഒതുക്കിയിരിക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഡിഷ് വാഷ് വെക്കാനായിട്ട് ഈ ഒരു പർപ്പിൾ കളർ ഇങ്ങനത്തെ ഒരു ബോക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് സോപ്പ് വരും. നമുക്ക് പാത്രങ്ങൾ വാഷ് ചെയ്യാം. 3 തട്ടുണ്ട് ഇതിന് കേട്ടോ. അതായത് ഏറ്റവും താഴെ ഇതിൽ സോപ്പ് വെള്ളം വെക്കുന്ന സെക്ഷൻ, അതിൻ്റെ തൊട്ട് താഴെ ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ പോലെ കളക്ട് ചെയ്ത് വരുന്ന സോപ്പ് വെള്ളം കളക്ട് ചെയ്യുന്ന ഒരു സെക്ഷൻ, അത് ഞാൻ അപ്പോൾ വാഷ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തെ അതിൻ്റെ അടപ്പ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത്, ഞാൻ ആദ്യം ഇതുപോലത്തെ ഒരെണ്ണം മേടിച്ചിട്ട് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയില്ല. ഇതെനിക്ക് നന്നായി തോന്നിയത് ഇതിൻ്റെ ഡിഷ് വാഷ് ഏറ്റവും താഴ്ഭാഗത്തായിട്ട് നമുക്ക് വെക്കാം. അതിൻ്റെ മുകളിൽ ഒരു പാർട്ടീഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞ വേസ്റ്റ് വാട്ടറോ അല്ലെങ്കിൽ അങ്ങനത്തെ സോപ്പ് വെള്ളം കളക്റ്റ് ആവും. പിന്നെ അതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഉള്ള ലിഡിൽ നന്നായിട്ട് ഹോൾസ് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സോപ്പ് അതിൽ നിന്നും എടുത്തിട്ട്
നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വേസ്റ്റ് വാട്ടർ ആ ഒരു ട്രേയിലേക്കാണ് പോകുന്നത്. മുൻപ് നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഡിഷ് സോപ്പിൻ്റെ ഡിസ്പെൻസറിൻ്റെ ഒരു കുഴപ്പം, അതിൽ ഈ ഒരു ഹോൾസ് ഉണ്ടായിരുന്നില്ല വേസ്റ്റ് വാട്ടർ പോവാൻ. ട്രേ ഉണ്ടെങ്കിലും വെള്ളം എങ്ങനെ പോകും എന്നുള്ളതൊരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് ഈ ഒരു ഡിഷ് വാഷ് വെക്കുന്ന ഐറ്റത്തിന് ഇല്ല. നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇത് ഞാൻ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഓൺലൈനിൽ ഇങ്ങനത്തെ എനിക്ക് ഉണ്ടോയെന്ന് അറിയില്ല. ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നിയിട്ടോ. അപ്പോൾ വാങ്ങിയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. സിങ്കിൻ്റെ സെക്ഷനിൽ ഞാൻ അവിടെ 2 ബ്രഷുകൾ, അതായത് വൈപ്പ് ചെയ്യുന്ന ഒരു സ്റ്റിക്കും അതുപോലെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യുന്ന ബ്രഷും അവിടെ തന്നെ ഹുക്കുമ്മ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഒരു സെക്ഷനിൽ. പാത്രങ്ങളെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ട്രേകളിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. 3 ട്രേ ആണ് വെച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ ട്രേയിൽ വലിയ പാത്രങ്ങളും പിന്നെ ചെറുത് പിന്നെ സ്പൂണുകൾ വെക്കാനായിട്ട്. അപ്പോൾ അതിൽ ഈ വലിയ ട്രേ, ഇത് ഈ മോഡൽ ഞാൻ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അതായത് ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് വാങ്ങി അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ട്രേ വെച്ചു. ഇത് ഇത്തിരി കൂടി വലിയ അളവാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് ചെറിയ അളവിലുള്ള ഇങ്ങനെ ഒരു ട്രേ വെച്ചു. ഞാൻ വലിയ സ്റ്റീലിൻ്റെ ബക്കറ്റ് പോലത്തെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വെക്കാത്തതിൻ്റെ റീസൺ അലമാര ഉള്ളതുകൊണ്ട് തന്നെ അത് അലമാരയ്ക്ക് മുൻപിൽ തടസ്സമായിരിക്കും. പിന്നെ കുറേ പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കാനും മടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ട്രേകൾ ഞാൻ 3 എണ്ണമായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കിച്ചൺ ഒതുക്കിയത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ കിച്ചൺ കൗണ്ടർ ടോപ്പ് നിങ്ങൾ ഇന്ന് പോയിട്ട് ഒതുക്കുക. ചെറിയൊരു ടാസ്ക്കാണ്. നമുക്ക് ആകെ മാക്സിമം 1 മണിക്കൂർ സമയമേ വേണ്ടി വരുള്ളൂ, 1 മണിക്കൂർ താഴെ വേണ്ടി വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.